എന്റെ പടച്ചോനെ, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ശരിക്കും ഈ ഒരു തലക്കെട്ട് കണ്ടപ്പോൾ ഞാനും അന്തം വിട്ടുപോയി. 14 ദിവസം കൊണ്ട് 9 മാസ ഗർഭിണി വയറോ? അത് കൊള്ളാലോ. എന്തായാലും ആ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്കതൊരു കൗതുകം തോന്നി. നമുക്ക് ആ ഒരു വാർത്ത എന്താണെന്ന് നോക്കാം. വിവാഹത്തിന് മുൻപേ താമസം ഒരുമിച്ച്, ദിവ്യ ശ്രീധർ ഗർഭിണി, കല്യാണത്തിന് വയറില്ല, എന്നാൽ 14 ദിവസം കൊണ്ട് 9 മാസത്തെ വയറ്. അത് കൊള്ളാം. നടൻ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധരും വിവാഹം ചെയ്തതോടെ നിരവധി വാർത്തകളാണ് എത്തിയത്. അതിലൊരു സംശയവുമല്ല, ഒരുപാട് വാർത്തകൾ ഇവരെ പറ്റി ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. ഇരുവർക്കും എതിരെയായിട്ട് സൈബർ ആക്രമണവും നടന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ആ വ്യാജ വാർത്തകൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ക്രിസും ദിവ്യ ശ്രീധരും. അപ്പം ചുമ്മാ അല്ല കേട്ടോ ഈ വാർത്ത ഉണ്ടായത്. എന്തായാലും ഈ ഒരു വ്യാജ വാർത്തകൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ആര്? നമ്മുടെ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരൻ. കല്യാണത്തിന് മുൻപേ ഒരുമിച്ചായിരുന്നു താമസമെന്നും ദിവ്യ ഇപ്പോൾ പ്രഗ്നന്റ് ആണ് എന്നുമാണ് ചില യൂട്യൂബ് ചാനലുകളിൽ വാർത്തയായി വന്നിരുന്നതായും ഇരുവരും വ്യക്തമാക്കി. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതേക്കുറിച്ച് തങ്ങൾ ആരും അറിഞ്ഞില്ല എന്നും വാർത്ത വന്നത് കണ്ടില്ല എന്നുമാണ് ദമ്പതികൾ മറുപടി നൽകിയത്. അതേസമയം ദിവ്യ ആരണ്യം എന്ന സിനിമയിൽ ഒരു പാട്ട് സീനിൽ പ്രഗ്നന്റ് ആയി അഭിനയിക്കുന്നുണ്ടെന്നും ആ സീൻ മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണമെന്ന് ക്രിസ് പറഞ്ഞു. അപ്പൊ ഇതാണ് സംഭവം. ഇനി ഏത് ലോകത്താണ് ഈ ജീവിക്കുന്നത്? ഇൻസ്റ്റന്റ് കോഫി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇൻസ്റ്റന്റ് ഗർഭം എന്നൊക്കെ ആദ്യമായാണ് കേൾക്കുന്നതെന്നും ഒരു ലിമിറ്റഡ് ഒക്കെ വേണ്ടേ കഥ എഴുതുന്നതിലെന്നും ദിവ്യയും ക്രിസും വിമർശിച്ചു. തങ്ങളുടെ വിവാഹ ദിവസം വയറില്ല, 14 ദിവസം കൊണ്ട് 9 മാസത്തെ വയറ്. എന്താണ് ഈ പ്രചരിക്കുന്നതെന്നും ദിവ്യ തമാശയായിട്ട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു, ഈ 14 ദിവസം കൊണ്ട് എങ്ങനെയാണ് അപ്പാ ഈ 9 മാസത്തെ വയറും? അതായത് കല്യാണമൊക്കെ നമ്മൾ കണ്ടതാണ്, കല്യാണത്തിലൊന്നും ഈ വയറൊന്നും ഇല്ലായിരുന്നു. എന്നാൽ 14 ദിവസം കൊണ്ട് 9 മാസത്തെ വയറെന്ന് പറയുമ്പോൾ അത് എന്താ പറയാനല്ലേ ലോകത്ത് നടക്കുന്നത്? ഇൻസ്റ്റന്റ് കോഫി പോലെയാണ് ഇൻസ്റ്റന്റ് ഗർഭം എന്നൊക്കെ അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു സർക്കാസം രീതിയിൽ പറയുന്നുമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ആദ്യം ഒന്നും അറിയില്ലായിരുന്നല്ലേ ഈ ക്രിസ് വേണുഗോപാലും അതുപോലെ തന്നെ ദിവ്യ ശ്രീധർ. ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇവർ ഏത് സീരിയലിലായിരുന്നു എന്നും അല്ലെങ്കിൽ ഇങ്ങനെ 2 താരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാം. പിന്നെ മൂർത്തി സാർ എന്ന രീതിയിൽ നമ്മുടെ ക്രിസ് വേണുഗോപാലിനെയൊക്കെ ചുരുക്കം ചില ആളുകൾക്കൊക്കെ അറിയാമായിരുന്നു. ആ താടിയൊക്കെ കണ്ടുകൊണ്ട് തന്നെ ആളുകൾ അത് നോട്ടീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ ഒരു വിവാഹത്തോടു കൂടി ഇവരങ്ങ് ഫേമസ് ആവുകയാണ് ചെയ്തത്. ഫേമസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അപ്പൂപ്പൻ ഒരു ചെറുപ്പക്കാരിയെ കെട്ടി എന്നുള്ള രീതിയിലായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഒരു ചർച്ചാ വിഷയം. പിന്നെ ഇരുവരുടെയും 2ാം വിവാഹമാണ്. ഈ 2ാം വിവാഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ പാപ്പരാസികൾ ഉടനെ തന്നെ ചിക്കിച്ചികഞ്ഞ് ആദ്യ വിവാഹത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് ഓടിപ്പോകാറുണ്ട്. എന്നാൽ അത് സത്യവുമാണ്. അത് ഓടിപ്പോയി അന്വേഷിക്കുകയും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിരന്തരം കണ്ടതാണ്. ഓക്കെ, അപ്പം ഇതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ഈ അറിഞ്ഞൂടാതിരുന്ന മലയാളികൾ പല കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ അറിഞ്ഞു തുടങ്ങി. അതുപോലെ തന്നെ ഇവരെപ്പോഴും ഇന്റർവ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഇന്റർവ്യൂ കൊടുക്കുന്നത് ഇപ്പോഴും തീർന്നിട്ടില്ല എന്നതാണ് അതിനേക്കാളും ബഹുരസം. എന്തിനാണ് ഇനി ഇവർ ചുമ്മാ ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുന്നത്? ഈ ഇന്റർവ്യൂ ഇപ്പൊ ചുമ്മാ കൊടുത്തോണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ ആളുകൾ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള തലക്കെട്ടൊക്കെ കൊടുത്ത് ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെയാണ് സമൂഹം. അതായത് നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഭയങ്കര വ്യഗ്രത എന്ന് പറയുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അത് ആളുകൾ അങ്ങനെ നോക്കാറൊന്നുമില്ല. എന്നിരുന്നാലും ഇവർ ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന നിർത്തിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇവരുടെ കാര്യങ്ങൾ അങ്ങ് ആളുകൾ മറക്കും. നിരന്തരം ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ആളുകൾ ഇവരിലേക്ക് ചിക്കിച്ചികഞ്ഞു പോകുന്നത്. അപ്പം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇതല്ല ഇതിനപ്പുറവുമുള്ള കഥകൾ സോഷ്യൽ മീഡിയക്കാർ ഉണ്ടാക്കിയിരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഒരു താരമുണ്ടായിരുന്നല്ലോ, നമ്മുടെ കൊല്ലം സുധി, നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി. ആ പുള്ളിക്കാരത്തി എപ്പോഴും ഈ ഇന്റർവ്യൂകളിൽ വന്ന് തന്നെയാണ് ഒരുപാട് വിമർശനങ്ങൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവരും ഇതുപോലെ ഇന്റർവ്യൂ കൊടുത്തു ആളുകളെ വെറുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വിമർശിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നുമല്ലാതെ ഈ ഒരു രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും ശരി, ക്രിസ് വേണുഗോപാൽ, ദിവ്യ ശ്രീധർ ഇവർ ആ ഇന്റർവ്യൂ കൊടുക്കുന്നത് നിർത്തിയാൽ ശരിക്കും ഇവരുടെ ജീവിതം ഇവർക്ക് എൻജോയ് ചെയ്ത് തന്നെ പോകാം. ഇനി വീണ്ടും ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഓൺലൈൻ മീഡിയാസുകാരെ കുറിച്ച് ഒന്നും പറയണ്ടല്ലോ. അവർക്ക് ഈ ഒരു വിഷയം ഒരു ചാകര തന്നെയാണ്. ക്രിസ് വേണുഗോപാലും അതുപോലെ ദിവ്യ ശ്രീധറിന്റെ വിവിധ തരങ്ങൾ ഇന്റർവ്യൂസുകൾ കാണുക അല്ലെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ എടുക്കുക, ഇതൊക്കെ അവർക്കൊരു ഹരം തന്നെയാണ്. കാരണം അവർക്കൊരു ചാകര തന്നെയാണ്.
മിക്ക ഇന്റർവ്യൂവിനും സെയിം കഥയും കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഇന്റർവ്യൂ കാണിക്കുന്ന ആളുടെ അതേ കാര്യങ്ങൾ തന്നെയാണ് മറ്റൊരു ഇന്റർവ്യൂവിലും കാണുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് വരെ ഇത് ബോറടിച്ചു തുടങ്ങി. അപ്പൊ ഇവരോടുണ്ടായിരുന്ന ആ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ ഇനി ഇതുപോലെ വെറുപ്പീരി ഇന്റർവ്യൂകളും ആയിട്ട് ഇനി വരികയാണെങ്കിൽ അത് വിമർശനങ്ങൾക്ക് തന്നെ കാരണമാകും. അപ്പം ശരിക്കും പറഞ്ഞാൽ നന്നാവുമ്പോഴേ പാട്ട് നിർത്തുന്നത് നല്ലത് എന്ന് പറയും പോലെ ഇവർ ഈ ഇന്റർവ്യൂ കൊടുപ്പ് ഇപ്പോഴേ നിർത്തിയാൽ ഇവർക്ക് ഇവരുടെ ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.